നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളിലേക്ക് വരണമേ. ശ്രോതാക്കളുടെ ഹൃദയങ്ങളിലേക്ക് ദൈവത്തിൻ്റെ വചനം ശ്രദ്ധാപൂർവ്വം അവർ കേൾക്കുവാനും കർത്താവേ അത് അവരുടെ ഹൃദയത്തിൽ പതിയാനും ജീവിതത്തിലെ മാറ്റങ്ങളുണ്ടാകാനും കർത്താവേ നീ യേശു കർത്താവേ നീ ഞങ്ങൾക്ക് വേണ്ടി പീഡ സഹിച്ച ഈ ആ വേദനകളെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്ന ഈ ദിനങ്ങളിൽ കർത്താവ് ഞങ്ങളുടെ ഹൃദയത്തിൽ നിൻ്റെ വചനമാഴമായി പതിപ്പിച്ച് ജീവിതത്തിന് ഒരു മാറ്റമുണ്ടാകാനും അങ്ങനെ കർത്താവിനോട് കൂടുതൽ അടുത്ത് ജീവിക്കാനും തക്ക അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ സംസാരിക്കട്ടെ. നിൻ്റെ ആത്മാവ് ഞങ്ങളുടെ കൂടെയും അടിയൻ്റെ കൂടെയും ഉണ്ടായിരിക്കണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. നമ്മളെ ഇന്ന് ഇത് 105-ാമത്തെ എപ്പിസോഡാണ്. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 6 മുതൽ നമുക്ക് ധ്യാനിക്കാം. 6-ാമത്തെ വാക്യം ഞാൻ ബൈബിളിൽ നിന്ന് വായിക്കാം. നാലിൻ്റെ 6 നിങ്ങൾ മക്കൾ ആയതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു. ഇവിടെ ദൈവം എന്നുള്ള വാക്ക് പിതാവായ ദൈവം എന്ന് അർത്ഥം വരുന്നു. പുത്രനെ അയച്ചു എന്ന് പറഞ്ഞാൽ പുത്രനായ യേശു ക്രിസ്തുവിനെ അയച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ആ പുത്രൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു. അതാണ് ഇവിടെ ഈ വാക്യത്തിലെ പ്രധാന സംഗതി. യേശുക്രിസ്തുവിൻ്റെ ആത്മാവിനെ, അതായത് പുത്രൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു. അതുകൊണ്ട് നാം ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിക്കുന്നു എന്ന് നമുക്കറിയാം. ആത്മാവിനെ സൗജന്യമായിട്ട് അയക്കുന്നതിൻ്റെ കാരണം എന്താണ്? നമ്മൾ മക്കളാണ് എന്നതാണ് അതിൻ്റെ കാര്യം. നമ്മൾ മക്കളായതുകൊണ്ടാണ് ആത്മാവിനെ നമ്മളിലേക്ക് സൗജന്യമായിട്ട് അയച്ചിരിക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായം 14 മുതൽ 17 വാക്യങ്ങളിൽ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. ക്രിസ്തീയ പുത്രത്വത്തിൻ്റെ രൂപീകരണ ഘടകം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് എന്ന ദാനമാണ്. പരിശുദ്ധാത്മാവെന്നുള്ള ദാനം നമുക്ക് ലഭിക്കുന്നത് കൊണ്ടാണ് നമ്മളെ ഈ പുത്രന്മാരായി നമ്മളെ ഉയർത്തിയിരിക്കുന്നു എന്ന് നമ്മൾ പറയാൻ കാരണം. അപ്പോൾ അതിൻ്റെ പുത്രത്വത്തിൻ്റെ രൂപീകരണ ഘടകം അത് പരിശുദ്ധാത്മാവെന്ന ദാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ മുദ്ര കുത്തപ്പെടാതെ, പരിശുദ്ധാത്മാവ് ഒരുവനില്ലാതെ ആരും ദൈവത്തിൻ്റെ മകനായി മാറുന്നില്ല. ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിക്കുന്നത് തന്നെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നത് കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഈ വാക്യത്തിൽ പുത്രൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞിരിക്കുന്നല്ലോ, അത് യേശുക്രിസ്തുവിൻ്റെ ആത്മാവിനെയാണ് ഉദ്ദേശിക്കുന്നത്. അവസാനത്തെ ആദം എന്നാണല്ലോ യേശുക്രിസ്തുവിനെ കുറിച്ച് ബൈബിൾ പറയുന്നത്. ആ അവസാനത്തെ ആദം ജീവദാതാവായ ആത്മാവായി തീർന്നു. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 45-ാം വാക്യമാണ്. അവസാനത്തെ ആദം യേശുക്രിസ്തു ജീവദാതാവായ ആത്മാവായി തീർന്നു. ഏത് സന്ദർഭത്തിനെ ഉദ്ദേശിച്ചാണ് പൗലോസ് അത് പറഞ്ഞിരിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. അവൻ ഉയർത്തെഴുന്നേറ്റു, സ്വർഗീയ ശരീരമാണ് ധരിച്ചിരിക്കുന്നത്. അവനിപ്പോൾ പരിശുദ്ധാത്മാവിനെ ദാനം ചെയ്യുന്ന ആത്മാവായി തീർന്നു. ആദ്യം വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തെ ആ സ്ഥിതിയെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്. ജീവദാതാവായ ആത്മാവായി തീർന്നു. യേശുക്രിസ്തു തന്നെ ഇവിടെ നമ്മളോട് യേശുവിൻ്റെ മരണത്തിന് മുമ്പ് പഠിപ്പിച്ചല്ലോ, ഞാൻ പോകുന്നതാണ് നല്ലത്, ഞാൻ പോയാൽ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേലയക്കും, ഞാൻ പോയില്ലെങ്കിൽ അവൻ വരത്തില്ല,
നിങ്ങളുടെ കൂടെ ലോകാവസാനം വരെ ഞാനുണ്ടായിരിക്കും എന്ന് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം അതൊക്കെയാണ്. അങ്ങനെ പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് അയക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. പുത്രൻ്റെ ആത്മാവ് എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ്. ആബാ പിതാവേ, പുത്രസ്ഥാനത്തേക്ക് നമ്മെ ദത്തെടുക്കുന്ന ആ ശക്തിയേറിയ ആദിബീജം എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേറ്റവനായ ദൈവപുത്രൻ്റെ ജീവദാതാവായ ആത്മാവാണ്. അങ്ങനെയാണ് നമ്മൾ ആ പുത്ര ലബ്ധിയിലേക്ക് പ്രവേശിക്കുന്നത്. നമ്മളെ ദത്തെടുക്കുകയാണ് പുത്രന്മാരായിട്ട്. അനേക കോടി ജനങ്ങളിൽ നിന്ന് നമ്മൾ ഏതാനും പേര് അല്ലെ കുറച്ച് പേരെ ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള പദവിയിലേക്ക് ദത്തെടുത്തിരിക്കുകയാണ്. നമ്മളെത്രയോ കൃപാപരത്താൽ നിറയപ്പെട്ടിരിക്കുന്നു എന്നതിന്, ആ കൃപ നമ്മുടെ മേൽ ചൊരിഞ്ഞു എന്നതിന് നാം ദൈവത്തോട് എത്രമാത്രം കൃതജ്ഞതയുള്ളവരായിരിക്കണം എന്ന് നമ്മൾ ഓർക്കണം. നമ്മൾ സാധാരണ ഒരു ജീവിയല്ല, ദൈവത്തിൻ്റെ മക്കളുടെ പദവിയിലേക്ക് നമ്മളെ അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ്, ദത്തെടുത്തിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിതാവേ എന്ന് ഉച്ചത്തിൽ നമ്മൾ പ്രഘോഷിക്കുകയാണ്. അതാണ് ആബാ പിതാവേ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ദൈവത്തെ നോക്കി ആബാ പിതാവേ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ സൗഹൃദത്തെയും നമ്മുടെ സുദൃഢമായ വിശ്വാസത്തെയും അത് കൂടുതൽ ബലപ്പെടുത്തും. എൻ്റെ അപ്പ നമ്മളെല്ലാവരും കൂടെ വിളിക്കുകയാണ്. അപ്പം നമ്മുടെ ആ വിശ്വാസത്തെ അത് ബലപ്പെടുത്തും എന്നൊന്ന് അറിയണം. ആരം ഭാഷയിൽ ആബാ എന്നുള്ള വാക്ക് ആരം ഭാഷയിലെയാണ്. അതിൻ്റെ അർത്ഥം പുത്രൻ എന്നാണ്. ആരാം ഭാഷയിൽ ആബാ എന്ന് പറയുമ്പോൾ പുത്രൻ എന്ന അർത്ഥമാണ് ഉള്ളത്. എന്നാൽ സംബോധനാ രൂപത്തിൽ ആ വാക്ക് പറയുമ്പോൾ, ആബാ എന്ന് വിളിക്കുന്ന രൂപത്തിൽ പറയുമ്പോൾ എൻ്റെ പിതാവേ എന്ന വാക്കിനർത്ഥം വരും. ആരും ഭാഷയിലെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഗ്രീക്കുകാർ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഒരു കാര്യം ചെയ്തു. എൻ്റെ പിതാവേ എന്നർത്ഥം വരുന്ന അവരുടെ ഭാഷയിലെ ഹോ പാറ്റേർ എന്ന് അവർ ട്രാൻസ്ലേറ്റ് ചെയ്തു. അങ്ങനെയാണ് ഗ്രീക്ക് ബൈബിളിൽ ആബാ പിതാവേ എന്നുള്ളതിന് അവരുപയോഗിച്ചിരിക്കുന്ന വാക്ക്. അത് ആരാധനാപരമായ ഒരു പ്രമാണ സൂത്രമാണ്. ആബാ ദൈവത്തെ വിളിക്കുന്ന വാക്കാണ്. നമ്മൾ ഒരു ക്രിസ്ത്യാനിക്ക് പരിശുദ്ധാത്മാവിനെ കൂടാതെ, ആർക്കും തന്നെ പരിശുദ്ധാത്മാവിനെ കൂടാതെ ദൈവത്തെ എൻ്റെ അപ്പാ എന്ന് വിളിക്കുവാൻ സാധിക്കത്തില്ല. ദൈവത്തെ എൻ്റെ സ്വന്തം അപ്പൻ പിതാവേ എന്നൊരാൾ വിളിക്കുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം അത് കാണിക്കുന്നത് അവനിൽ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്നാണ്. പരിശുദ്ധാത്മാവിനെ കൂടാതെ ആർക്കും ദൈവത്തെ അപ്പ പിതാവേ എന്ന് വിളിക്കുവാനായിട്ട് സാധിക്കത്തില്ല. 1 യോഹന്നാൻ 3-ാം അധ്യായം 24-ാം വാക്യം ഞാൻ വായിക്കുന്നു. അവൻ നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവ് മൂലം അവൻ നമ്മളിൽ വസിക്കുന്നുവെന്ന് നാം അറിയുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവാണ് അതും നമ്മളോട് ബോധപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നു. 1 യോഹന്നാൻ 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നതിനാൽ നാം ദൈവത്തിലും ദൈവം നമ്മിലും വസിക്കുന്നു എന്ന് നാം അറിയുന്നു. നാം ദൈവത്തിലും ദൈവം നമ്മിലും വസിക്കുന്നു എന്ന് നാം അറിയുന്നു. പരിശുദ്ധാത്മാവ് നിറയുമ്പോഴാണ്, പരിശുദ്ധാത്മാവിനാലാണ് ഒരാൾ ദൈവത്തെ എൻ്റെ പിതാവേ എന്ന് വിളിക്കുന്നത്. അങ്ങനെ വിളിക്കുവാൻ സാധിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തന്നിരിക്കുന്നതുകൊണ്ട് നാം ദൈവത്തിലും ദൈവം നമ്മിലുമാണെന്ന് നാം അറിയുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തെ ആ രീതിയിൽ വേണം ക്രമപ്പെടുത്താൻ. നമ്മളിൽ ആരാണ് വസിക്കുന്നത്? ദൈവം. നമ്മൾ ആരിലാണ് വസിക്കുന്നത്? ദൈവത്തിൽ. ഈ ഒരു കാര്യം മനസ്സിലാക്കി വേണം നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കുവാൻ. ഇനി പരിശുദ്ധാത്മാവിനെ നമുക്ക് തരാമെന്നുള്ളത് യേശുവിൻ്റെ ഒരു വാഗ്ദാനമാണ്. യേശു മരണത്തിന് മുമ്പ് ശിഷ്യന്മാരോട് പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ അതെടുത്ത് പറയുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം
അതിൽ വളരെ വ്യക്തമായിട്ട് കർത്താവ് അത് പറയുന്നുണ്ട്. അത് നമുക്ക് തരാമെന്നുള്ളൊരു വാഗ്ദാനമാണ്. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇങ്ങനെ യേശു പറയുകയാണ്, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. യേശു അങ്ങ് പോകുകയായതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട, സങ്കടപ്പെടേണ്ട, മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് തരും, എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കാൻ. ലോകാവസാനം വരെയും നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യം വരെയും നമ്മളോടുകൂടി ഇരിക്കുന്ന ഒരു സഹായകനാണ്. ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. സഹായകൻ എന്നാണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. സഹായകൻ എന്നതിന് പകരം ആ വാക്കിന് ഉപദേഷ്ടാവ് എന്നർത്ഥമുണ്ട്. സംരക്ഷകൻ, ആശ്വാസദായകൻ, അഭിഭാഷകൻ, നമ്മുടെ വക്കീലാണ് അല്ല, ആ അർത്ഥമെല്ലാം അതിലുണ്ട് എന്നെല്ലാം അങ്ങനെ ആ വാക്കിനർത്ഥമുണ്ട്. അങ്ങനെ വേണമെങ്കിൽ നമുക്കത് വിവർത്തനം ചെയ്യാം, കുഴപ്പമില്ല. പരിശുദ്ധാത്മാവിനെ സത്യത്തിൻ്റെ ആത്മാവ്, സത്യാത്മാവ് എന്ന് വിളിക്കാറുണ്ട്. പിതാവിൻ്റെ ആത്മാവെന്ന് പറയാറുണ്ട്. പുത്രൻ്റെ ആത്മാവ് എന്നും പറയാറുണ്ട്. അതെല്ലാം പരിശുദ്ധാത്മാവിനെ കാണിക്കുന്ന വാക്കുകളാണ്. ലോകാന്ത്യം വരെയും നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ധൈര്യം നമുക്കുണ്ടായിരിക്കണം. നാം ഒരിക്കലും തനിച്ചല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് സഹായകനായിട്ട്, ആശ്വാസദായകനായിട്ട്, നമ്മുടെ വക്കീലായിട്ട് എല്ലാം നമ്മുടെ കൂടെ എപ്പോഴും ലോകത്തിൻ്റെ അന്ത്യം വരെ, അഥവാ നമ്മൾ മരിക്കുന്നത് വരെയും നമ്മുടെ കൂടെ ഉണ്ട്, സഹായകനാണ് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർത്തുകൊള്ളണം. കർത്താവ് നമ്മളോട് പറഞ്ഞത് ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചോളാനാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 9-ാം വാക്യത്തിൽ, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവീൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ദൈവത്തെ എൻ്റെ അപ്പൻ എന്നുള്ള ആ അർത്ഥത്തിൽ വിളിക്കുവാൻ യേശു കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. ഇത് നമുക്ക് കിട്ടിയൊരു വലിയൊരു ഭാഗ്യമാണ്. എൻ്റെ അപ്പൻ. പൊതുവേ മനുഷ്യരെയൊക്കെ ദൈവത്തിൻ്റെ മക്കളാണ്, അല്ലെങ്കിൽ ദൈവം മനുഷ്യരുടെയൊക്കെ പിതാവാണ് എന്ന് പറയുന്നതിനൊരു പ്രത്യേക അർത്ഥമേ ഉള്ളൂ. പക്ഷേ ഓരോ വ്യക്തികളെയും അഡോപ്റ്റ് ചെയ്ത് ദൈവത്തിൻ്റെ സ്വന്തം മക്കൾ എന്നുള്ള പദവിയിലേക്ക് പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് കിട്ടിയിരിക്കുന്നത് നമുക്ക് മാത്രമാണ്. അത് നമ്മൾ ഓർക്കണം. നമ്മൾ സ്വർഗത്തിലോട്ട് നോക്കി വിളിക്കുമ്പോൾ എൻ്റെ അപ്പ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. എൻ്റെ അപ്പ, എനിക്ക് തരണേ, അപ്പം തരണേ എന്ന് പറയുമ്പോൾ കല്ലെടുത്തൊന്നും തരത്തില്ല, നല്ല രുചിയുള്ള അപ്പം തരും. അത് നമ്മൾ ഓർത്തോണം. ഏത് പ്രശ്നം വരുമ്പോഴും എൻ്റെ അപ്പൻ ഞാൻ ചോദിക്കുന്നതൊക്കെ തരാം എന്ന് വാഗ്ദാനമുണ്ട്. അങ്ങനെ തന്നെ നമ്മൾ ചോദിക്കണം. നമ്മൾ 7-ാമത്തെ വാക്യത്തിലോട്ട് കയറുകയാണ്. 7-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. ഏഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ആകയാൽ നീ ഇനിമേൽ ദാസനല്ല, പിന്നെയോ പുത്രനാണ്. പുത്രനെങ്കിൽ ദൈവഹിതമനുസരിച്ച് അവകാശിയുമാണ്. ദാസൻ എന്നുള്ള പദവിയിലൊന്നുമല്ല ഇപ്പം നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ അവകാശികളുമാണ്. പുത്രനാണെന്നുള്ള അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. മുടിയനായ പുത്രൻ അല്ലെ ധൂർത്തപുത്രന് തിരിച്ചു വരുമ്പോൾ അവനൊരു വിഷമമുണ്ടായത്, എന്നെ എൻ്റെ അപ്പൻ പുത്രനായിട്ട് സ്വീകരിക്കുമോ? വേണ്ട, എൻ്റെ അപ്പാ എന്നെ പുത്രനായിട്ട് സ്വീകരിച്ചില്ലേലും കുഴപ്പമില്ല, ദാസനായിട്ടെങ്കിലും എടുക്കണേ എന്നുള്ള പ്രാർത്ഥന മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവൻ വന്നത്. പക്ഷേ അപ്പൻ അവനെ കെട്ടിപ്പിടിച്ച് പുത്രനായിട്ട് സ്വീകരിച്ച്, മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, മോതിരമൊക്കെ ഇട്ട് വലിയ സദ്യകളൊക്കെ നടത്തുന്നു. അങ്ങനെയാണ് നമ്മുടെ ദൈവം. അപ്പോൾ നമ്മൾ പുത്രൻ്റെ പദവിയിലേക്കാണ്, ദാസൻ്റെ പദവിയിലേക്കല്ല. ദാസൻ്റെ ആത്മാവിനെയല്ല, പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പുത്രൻ്റെ ആത്മാവിനെയാണ് ദൈവം നമ്മളിലേക്ക് അയച്ചിരിക്കുന്നത്. ഈ വാക്യത്തിൽ ദൈവഹിതമനുസരിച്ച് അവകാശികളുമാണെന്നുള്ള വാക്ക് പഴയ ആധികാരികമായ ചില കൃതികളിൽ ക്രിസ്തുവിൽ കൂടി ദൈവത്തിൻ്റെ അവകാശികളാണ് അങ്ങനെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ വേണമെങ്കിൽ നമുക്കിപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യാം. അവകാശികളാണ്, അത് ക്രിസ്തുവിൽ കൂടി എന്നുണ്ട്. പഴയ ഒറിജിനലിൽ അങ്ങനെയും കാണുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ
ഇങ്ങനെയാണ് പറയുന്നത്, അങ്ങനെ നിർദോഷരും നിഷ്കളങ്കരുമായി തീർന്ന് വഴിപിഴച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കൾ ആകട്ടെ. അവരുടെ മധ്യേ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ. നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ദൈവമക്കളായിട്ട് ജീവിക്കുന്നു. നമ്മൾ മറ്റുള്ളവർക്ക് വെളിച്ചമായിട്ട് പ്രകാശിക്കണം. ഈ നിർദ്ദേശങ്ങളാണ് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ കൂടി പൗലോസ് പറയുന്നത്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ 17 പറയുന്നു, നാം മക്കളെങ്കിൽ അവകാശികളുമാണ്, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. അത് നമ്മൾ ഓർത്തോണം. നമ്മൾ അവകാശികളാണ്, മക്കളാണെന്നുള്ളതിൽ നമ്മളിനി സംശയിച്ച് നിൽക്കേണ്ട. മക്കളാണ്, അവകാശികളുമാണ്. അവകാശമില്ലെന്ന് വിചാരിക്കരുത്. ദൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ എനിക്ക് അവകാശമില്ല എന്നവനങ്ങ് വിചാരിച്ചു പോയി. മക്കളാണെന്നോ അവകാശമുണ്ട്. നാം ദൈവത്തോട് അങ്ങനെ പറയുന്നത്. ഞാനൊരു തെറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ സമ്മതിക്കണം. പാപം ചെയ്ത് വിട്ടുപോകണ്ട. എന്നോട് ക്ഷമിക്കണമേ എൻ്റെ അപ്പ, എന്നെ നിൻ്റെ പുത്രനായിട്ട് എടുത്തോളും, അങ്ങ് സ്വീകരിക്കണമേ. അപ്പോൾ നമുക്ക് അവകാശങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് ചോദിച്ചാൽ എല്ലാം കിട്ടും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടും എന്നുള്ളതിന് ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ സംശയിക്കേണ്ടതില്ല. നമ്മൾ ചോദിക്കുന്നത് നമ്മുടെ പിതാവിനോടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി 8-ാം വാക്യം, ദൈവത്തെ അറിയാതിരുന്ന അന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവമല്ലാത്തവയെ സേവിച്ചു. ഗലാത്യക്കാരോട് പറയുകയാണ്, ഗലാത്യർ ഒറിജിനലി അവർ വിജാതിയരായിരുന്നല്ലോ. ആ വിജാതിയരായിരുന്നപ്പോഴത്തെ അവരുടെ ജീവിതത്തെ ഇങ്ങനെ ആയിരുന്നല്ലോ എന്നവരെ ഒന്ന് അനുസ്മരിപ്പിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഗലാത്യക്കാർ വിജാതിയരായിരുന്നപ്പോഴത്തെ ആ പശ്ചാത്തലമാണ് പൗലോസ് ഇവിടെ അനുസ്മരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ വരവിന് മുമ്പ് യഹൂദന്മാരാണെങ്കിൽ അടിമകളായിരുന്നു. രാഷ്ട്രീയമായ രീതിയിൽ അവർ പല രാജ്യങ്ങളിലും അടിമകളായിരുന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വിജാതിയരും അടിമകളായിരുന്നിട്ടുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് അവർ വിഗ്രഹങ്ങൾക്ക് അടിമകളായിരുന്നു. യഥാർത്ഥ ദൈവത്തിൽ അവർക്ക് അറിവില്ലായിരുന്നു. അന്ന് അവർ വിഗ്രഹങ്ങളുടെ അടുത്തൊക്കെ പോയി. അപ്പം വിഗ്രഹങ്ങളുടെ അടിമകളായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. 1 കൊരിന്ത്യർ 12:2 പൗലോസ് കൊരിന്ത്യക്കാരോട് ഇങ്ങനെ ഒരു വാചകം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വിജാതിയരായിരുന്നപ്പോൾ സംസാര ശേഷിയില്ലാത്ത വിഗ്രഹങ്ങളുടെ അടുത്തേക്ക് അബദ്ധസഞ്ചാരം ചെയ്തിരുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. കൊരിന്ത്യക്കാരോട് പറഞ്ഞത് എല്ലാ വിജാതിയരുടെയും സംബന്ധിച്ചത് ശരിയാണ്. അവർ അക്കാലത്ത് സംസാരശേഷിയില്ലാത്ത വിഗ്രഹങ്ങളുടെ അടുത്തേക്ക് അബദ്ധസഞ്ചാരം ചെയ്തിരുന്നു. വിഗ്രഹങ്ങളുടെ അടുത്തേക്ക് പോകുമ്പോൾ ഈ വിഗ്രഹങ്ങൾക്ക് സംസാരശേഷി പോലും ഇല്ല, ഞാൻ പറയുന്ന പോലും കേൾക്കത്തില്ല, അത് മനസ്സിലാക്കത്തുമില്ല, അത് എന്നോട് സംസാരിക്കത്തുമില്ല എന്ന് ബുദ്ധിപൂർവ്വം നമ്മൾ ചിന്തിച്ചിരുന്നെങ്കിൽ ഈ അപകടത്തിന് പോകുമായിരുന്നില്ല. ഇപ്പോഴും പല ആൾക്കാരും ഓരോ വിഗ്രഹങ്ങളുടെ അടുത്ത് ചെന്ന് അതിനെ തൊഴുത് പ്രാർത്ഥിക്കുന്നത് കാണുന്നുണ്ട്. അവർ മനസ്സിലാക്കണം, നിങ്ങൾ വിജാതിരെ പോലെ ഒന്നും ഇരുന്നാൽ പോരാ, അബദ്ധസഞ്ചാരം ചെയ്ത് സംസാരശേഷിയില്ലാത്ത ഈ വിഗ്രഹങ്ങളുടെ അടുത്തേക്ക് വെറുതെ എന്തിനാ പോകുന്നത് എന്ന് ഒന്ന് മനസ്സിലാക്കിക്കോണം. റോമാലേഖനം 1-ാം അധ്യായം 13-ാം വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവർ അനശ്വരനായ ദൈവത്തിൻ്റെ മഹത്വം നശ്വരനായ മനുഷ്യൻ്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി. വിജാതരുടെ ഇടയിലുള്ളതാണ്, നമ്മുടെ ഇടയിലുണ്ടോയെന്ന് നമ്മൾ ആലോചിച്ച് കണ്ടുപിടിച്ചോണം. അനശ്വരനായ ദൈവത്തിൻ്റെ മഹത്വം അത് വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല. അത് കണ്ടത് ദൈവത്തിൻ്റെ മുഖത്തോട്ടാണ് നോക്കേണ്ടത്. അതിന് പകരം ഇപ്പം മനുഷ്യർ ചെയ്യുന്നത് നശ്വരമായ മനുഷ്യൻ്റെ, ചില മനുഷ്യരുടെ ദൈവത്തെ പോലെ അങ്ങ് കണക്കാക്കുക, ആരാധനാപാത്രങ്ങളെന്നൊക്കെ വിളിക്കുകയാണ്. മനുഷ്യൻ്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി. ഒന്നിൽ ആ ജീവികൾ അല്ലെങ്കിൽ അതിൻ്റെ വിഗ്രഹങ്ങളുണ്ടാക്കി അതിനെയാണ് മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കും. മനുഷ്യൻ ബുദ്ധി എത്രമാത്രം വികസിച്ചു എന്നുള്ളതിനല്ല, പക്ഷേ അവന് എത്രമാത്രം പൈശാചികമായ അടിമത്തത്തിലാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 8-ാം വാക്യമാണ് ഇപ്പം നമ്മൾ വായിച്ചത്. 8-ാം വാക്യം മുതൽ 20-ാം വാക്യം വരെ
ഗലാത്യക്കാരുടെ ആത്മീയമായ അപക്വതയെ പൗലോസ് ഒന്ന് വിമർശിച്ചുകൊണ്ടാണ് ഇത് എഴുതുന്നത്. 8-ാം വാക്യത്തിൽ അവർ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരാണല്ലോ എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ്. ഇനിയുള്ള വാക്യങ്ങളിലൊക്കെ അവരുടെ ആ അപക്വതയെക്കുറിച്ച് പറയുന്നുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ മനുഷ്യനെ സംബന്ധിച്ചൊരു വാചകം എഴുതിയിരിക്കുന്നു. 2-ാം അധ്യായം 10 മുതൽ 10-11 വാക്യങ്ങൾ. അവർക്ക് ശേഷം എന്ന് പറഞ്ഞാൽ ജോഷുവയുടെ കാലഘട്ടത്തിന് ആ തലമുറയ്ക്ക് ശേഷം, ജോഷുവാണല്ലോ ഇസ്രായേൽ ജനത്തെ ഇങ്ങ് കനാൻ നാട്ടിൽ കൊണ്ട് എത്തിച്ചത്, അവരുടെ ഭൂമിയൊക്കെ പിടിച്ച് അവരെ ഏൽപ്പിച്ചത്. കർത്താവിനെയോ ഇസ്രയേലിനെ അവിടുന്ന് ചെയ്ത വലിയ കാര്യങ്ങളെയോ അറിയാത്ത ഒരു തലമുറ വന്നു. ഇസ്രായേൽ ജനം കർത്താവിൻ്റെ മുമ്പിൽ തിന്മ ചെയ്തു, ബാൽദേവന്മാരെ സേവിച്ചു. ഞങ്ങളെ കൊണ്ടുവന്ന യഹോവയെ ഒക്കെ അങ്ങ് മറന്നുപോയി. ബാൽദേവന്മാരെ, അവിടുത്തെ ദേവന്മാരെ ആരാധിച്ചു. തങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദൈവമായ കർത്താവിനെ അവർ ഉപേക്ഷിച്ചു. ചുറ്റുമുള്ള ജനങ്ങളുടെ ദേവന്മാരുടെ പിന്നാലെ അവർ പോയി, അവയ്ക്ക് മുമ്പിൽ കുമ്പിട്ടു. അങ്ങനെ അവർ കർത്താവിനെ പ്രകോപിപ്പിച്ചു. മറ്റ് ദേവന്മാരുടെ അടുത്ത് പോയി അവരുടെ മുമ്പിൽ കുമ്പിടുന്നത് നമ്മുടെ കർത്താവിനെ പ്രകോപിപ്പിക്കും എന്നുള്ളത് ഓർക്കണം. മതസൗഹൃദത്തിൻ്റെ പേരിലോ മറ്റോ എല്ലാം ആകാം എന്നൊക്കെ വിചാരിക്കുന്നത് ശരിയല്ല. കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. എല്ലാം നമ്മളല്ല ഒന്നാണ്, എല്ലാം ഒരു ദൈവമാണെന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ കൂട്ടുചേർന്ന് ഇരിക്കരുത്. അത് കർത്താവിനെ ഇഷ്ടമല്ല. സ്നേഹിക്കണമെന്നുള്ളത് വേറൊരു ആശയമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോസ്തല പ്രവൃത്തികൾ 17:29 പൗലോസ് ആഥൻസിൽ വെച്ച് അരിയോപാഗസിൽ കയറി ഒരു പ്രസംഗം നടത്തി. അതിൻ്റെ ഒരു വാചകം ഞാൻ വായിക്കാം. 29-ാം വാക്യം 17-ാം അധ്യായം. നാം ദൈവത്തിൻ്റെ സന്താനങ്ങളാകയാൽ മനുഷ്യൻ്റെ ഭാവനയും ശില്പവിദ്യയും ചേർന്ന് സ്വർണത്തിലും വെള്ളിയിലും കല്ലിലും കൊത്തിയെടുക്കുന്ന പ്രതിമ പോലെയാണ് ദൈവരൂപമെന്ന് വിചാരിക്കരുത്. വിഗ്രഹങ്ങൾ നിറഞ്ഞ ആഥൻസിൽ ചെയ്ത പ്രസംഗമാണ്. പൗലോസ് ഒട്ടും മടി കാണിച്ചില്ല, അവരോട് പ്രസംഗിക്കുകയാണ്. ഈ വിഗ്രഹങ്ങളുടെ രൂപമാണ് നമ്മുടെ ദൈവത്തിൻ്റെ രൂപമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെ ഒരു രൂപമല്ല നമ്മുടെ ദൈവത്തിൻ്റേത് എന്ന് മനസ്സിലാക്കിക്കോണം. ദൈവത്തെക്കുറിച്ച് മാത്രമല്ല, ആത്മീയമായ രീതിയിൽ അജ്ഞരായിരിക്കുന്നവർ ധാരാളമുണ്ട്. ദൈവത്തെക്കുറിച്ച് നമുക്ക് മിനിമം രക്ഷയെ സംബന്ധിച്ച കാര്യങ്ങളിലും നമ്മൾ അറിഞ്ഞിരിക്കണം. അതും അറിയത്തില്ല. എന്നാൽ ഒരു ആത്മീയമായ കാര്യങ്ങളിലോ അതിലും അങ്ങ് അജ്ഞരായിരിക്കുന്നവർ ധാരാളം ഉണ്ട്. റോമാലേഖനം 10-ാം അധ്യായം 3-ാം വാക്യത്തിൽ പൗലോസ് എഴുതിയിരിക്കുന്നു, ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് അവർ അജ്ഞരാകൊണ്ടും തങ്ങളുടെ തന്നെ നീതി സ്ഥാപിക്കാൻ വ്യഗ്രത കാണിക്കുന്നത് കൊണ്ടും ദൈവനീതിക്ക് അവർ കീഴ്വഴങ്ങിയില്ല. ദൈവനീതി അറിയുന്നില്ല. ഇവർ സ്വന്തം കുറച്ച് നീതികളൊക്കെ ഇങ്ങനെ പറയും. അപ്പം ദൈവനീതിയെ നടപ്പാക്കാതെ അവരുടെ സ്വന്തം നീതിയെ നടപ്പാക്കാൻ വേണ്ടി അവരങ്ങ് വ്യഗ്രചിത്തരാ. അതുകൊണ്ട് അവർ ദൈവനീതിക്ക് കീഴ്വഴങ്ങുന്നില്ല. വിഗ്രഹങ്ങൾ ഉണ്ടാക്കുക മാത്രമല്ല, കള്ളദേവന്മാരെയും ദേവിമാരെയും ഒക്കെ അവരൊക്കെ ആരാധിച്ചിരുന്നു. ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാൻ പോവുകയാണ്. ഒന്ന്, അസ്തോരേത്ത് ഒരു ദേവതയാണ്, ഫെനീക്യൻ ദേവത. ന്യായാധിപന്മാരുടെ 2-ാം അധ്യായം 13-ാം വാക്യം. 2, ബാൽ, അത് ഫെനീക്യരുടെയും കാനാൻ വർഗ്ഗക്കാരുടെയും ദേവനാണ്. ന്യായാധിപന്മാർ 2:11. 3, ബാൽ പെയോർ, അത് മൊബാബിരുടെ ദേവനാണ്. സംഖ്യാപുസ്തകത്തിൽ 25:3 അത് എഴുതിയിട്ടുണ്ട്. 5, ദഗോൻ, ഫെലിസ്തീനയുടെ ദേവൻ്റെ പേരാണ്. ന്യായാധിപന്മാർ 16:23. 6, അർത്തമീസ് ദേവി, ഡയാന എന്നും വിളിക്കും, എഫെസസ്കാരുടെ ഒരു ദേവിയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 19:24 രേഖപ്പെടുത്തിയിരിക്കുന്നു. വേറൊന്ന് 7-ാമത്തേത് മോലേക്ക്, അമ്മോന്യരുടെ ദേവനാണ്. ലേവ്യ പുസ്തകം 18-ാം അധ്യായം 21-ാം വാക്യത്തിലുണ്ട്. ഇതുകൂടാതെ ആരാധനയ്ക്ക് മറ്റു ചില വസ്തുക്കളെ അവർ ഉപയോഗിച്ചിരുന്നു. ഒന്ന്, സ്വർണ്ണ കാളക്കുട്ടി, അറിയാമല്ലോ, അഹരോൻ ഉണ്ടാക്കി കൊടുത്തു ഇസ്രായേൽ ജനത്തിന്. പുറപ്പാട് 32:4-ാം വാക്യം. 2, യെരൊബയാമിൻ്റെ പൊൻ കാളക്കുട്ടികൾ, അവിടുത്തെ രാജാവിൻ്റെ പൊൻ കാളക്കുട്ടികൾ. 1 രാജാക്കന്മാർ 12:28. ആകാശ സൈന്യങ്ങൾ, ആവർത്തന പുസ്തകം 4:19.
ഗ്രഹവിഗ്രഹം തൊറാഫീം എന്നും പറയും. ഉൽപ്പത്തി പുസ്തകം 31:19-34 അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 5-ാമത്തെ കാര്യം, മനുഷ്യർക്ക് ദൈവത്തെ നൽകി നമസ്കരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 12:22. മനുഷ്യർക്ക് ദൈവത്തെ നൽകി അങ്ങ് നമസ്കരിക്കുക. അതുണ്ട് ധാരാളം, അതും ഇപ്പോഴും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 6, പിശാചുക്കളെ നമസ്കരിക്കുന്നവരുമുണ്ട്. ലേവ്യ പുസ്തകം 17:7 അങ്ങനെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 9-ാമത്തെ വാക്യത്തിലോട്ട് കടക്കുകയാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ അറിയുന്നു, അതിലുപരി ദൈവം നിങ്ങളെ അറിയുന്നു. ആകയാൽ ബലഹീനങ്ങളും വ്യർത്ഥങ്ങളുമായ ആ പ്രപഞ്ച ശക്തികളുടെ അടുത്തേക്ക് വീണ്ടും തിരിച്ചു പോകാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും? എന്ത്, ഒരിക്കൽ കൂടി അവയുടെ സേവകരാകാൻ നിങ്ങൾ ഇച്ഛിക്കുന്നുവോ? ദൈവത്തെക്കുറിച്ച് ഗലാത്യർക്കുള്ള ഈ അറിവ് അവർക്ക് ലഭിച്ചിട്ടുണ്ടല്ലോ. അത് അവരുടെ ഇടയിൽ തന്നെ അങ്ങനെ ഉദിച്ചു വന്ന ഒരു അറിവല്ല, ദൈവത്തിൻ്റെ ഇച്ഛയുടെ ഫലമാണത്. ദൈവത്തിൻ്റെ സൗജന്യമായ തിരഞ്ഞെടുപ്പിൻ്റെ ഫലമാണത്. അതായത് ഒരു പ്രദേശത്തെ ആൾക്കാർ വിശ്വാസികളായി വരുന്നല്ലോ, ദൈവത്തെക്കുറിച്ച് അവർ മനസ്സിലാക്കുന്നല്ലോ, ആ സൗജന്യമായ തിരഞ്ഞെടുപ്പ് അവർക്ക് വരുന്നല്ലോ. അത് എങ്ങനെ കിട്ടി? ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനമാണ്. മനുഷ്യൻ്റെ സ്വന്തം ബുദ്ധി കൊണ്ട് കണ്ടുപിടിച്ച് മനസ്സിലാക്കിയെടുക്കുന്നതല്ല. പത്രോസിനോട് പറയുമ്പോൾ യേശു പറയുന്നുണ്ട്, പത്രോസ് യേശുവിനെ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹ ആകുന്നു എന്ന് പ്രഖ്യാപിച്ചപ്പോൾ യേശു പറഞ്ഞു, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. അപ്പോൾ ഈ അറിവിജ്ഞാനം ഉണ്ടാകുന്നത് തന്നെ ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവം തരുന്നതാണ്. അതാ നമ്മൾ പറയുന്നത്, ഗലാത്യക്കാർക്ക് ദൈവത്തെക്കുറിച്ച്, യേശുക്രിസ്തുവിനെക്കുറിച്ച് ഇപ്പോൾ ഈ അറിവുണ്ടെങ്കിൽ അത് അവരങ്ങനെ ഉണ്ടാക്കിയെടുത്തതല്ല, ദൈവം അവർക്ക് ദാനമായി നൽകിയ ജ്ഞാനമാണ് എന്ന് ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ ആശയം പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 19-ാം വാക്യം, ഞാൻ ദൈവം അബ്രാഹാമിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നീതിയും ന്യായവും പ്രവർത്തിച്ച് കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കാൻ തൻ്റെ മക്കളോടും പിൻതലമുറക്കാരോടും അവൻ കൽപ്പിക്കുന്നതിനും അങ്ങനെ കർത്താവ് അവനോട് ചെയ്ത വാഗ്ദാനം പൂർത്തിയാക്കുന്നതിനും വേണ്ടിയാണ്. അബ്രാഹാമിനെ തിരഞ്ഞെടുത്തു, അത് ദൈവത്തിൻ്റെ കൃത്യമല്ലേ? പക്ഷെ അബ്രാഹത്തിൻ്റെ ഒരു ചുമതലയുണ്ടാകുന്നു, തൻ്റെ തലമുറകളോട്, പിൻതലമുറകളോട് ഇതൊക്കെ പറയണം, കൽപ്പിക്കണം. അങ്ങനെ കർത്താവ് ചെയ്ത വാഗ്ദാനം പൂർത്തിയാകണം. അപ്പോൾ നമ്മളും ഒരു കാര്യം നമ്മളും മനസ്സിലാക്കണം, ഇന്ന് നമ്മളെ ദൈവം തിരഞ്ഞെടുത്തു, ദൈവത്തിന് സ്തോത്രം, മക്കളാക്കിയെടുത്തു. അപ്പോൾ നമുക്കത് കിട്ടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞ് നമ്മളങ്ങ് ഇരുന്നാൽ പോരാ. നമുക്കൊരു ചുമതല നൽകപ്പെട്ടിരിക്കുന്നു. നമ്മുടെ പിൻതലമുറയിലേക്ക് ഈ വിശ്വാസ സത്യങ്ങൾ കൈമാറി അവരെ വിശ്വാസം പഠിപ്പിച്ച് വിശ്വാസത്തിൽ ഉറപ്പിക്കേണ്ട ചുമതല മാതാപിതാക്കന്മാരായ നമുക്ക് ഉണ്ട്. അത് നമ്മൾ മറന്നു കളയരുത്. ഇവിടെ പൗലോസ് ഗലാത്യരോട് ചോദിക്കുന്നത്, പിന്മാറ്റത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് പോകാൻ നിങ്ങൾ ഇപ്പോൾ ഇച്ഛിക്കുകയാണോ? അതാണ് പൗലോസ് ചോദിക്കുന്നത്. ഈ പിന്മാറ്റത്തെക്കുറിച്ച് ബൈബിളിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ചിലർ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ട് പിന്നീട് മാറിപ്പോകും. അതിനെയായി പിന്മാറ്റം എന്ന് പറയുന്നത്. മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ ഈ പിന്മാറ്റത്തെക്കുറിച്ച് ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. മലാക്കി 3:7, നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ എൻ്റെ കൽപ്പനകളിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചു, അവ അനുഷ്ഠിച്ചില്ല. തിരിച്ചു വരാൻ സമയമുണ്ട്. തിരിച്ചു വരവിൻ്റെ അതിനെക്കുറിച്ചും മലാക്കി എഴുതിയിട്ടുണ്ട്. മലാക്കി 3-ാം അധ്യായത്തിൽ തന്നെ 11-12 വാക്യങ്ങൾ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെട്ടുക്കിളികളെ ശാസിക്കും, അവ നിങ്ങളുടെ ഭൂമിയിലെ ഫലങ്ങൾ നശിപ്പിക്കുകയില്ല, നിങ്ങളുടെ വയലുകളിലെ മുന്തിരിച്ചെടികൾ ഫലശൂന്യമാകുകയില്ല, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. അനുഗ്രഹീതർ എന്ന് നിങ്ങൾ വിളിക്കപ്പെടും, നിങ്ങളുടെ ദേശം ആനന്ദത്തിൻ്റെ ദേശമാകും,
സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. തിരിച്ചു വരുന്നവർക്കുള്ള പ്രത്യേക അനുഗ്രഹങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ തിരിച്ചു വരാനുള്ള ഒരു അവസരം നമുക്കെല്ലാം കിട്ടും. അതുകൊണ്ട് പിന്മാറി പോകരുത്, പോയാൽ തിരിച്ചു വരണം. മുടിയനായ പുത്രൻ തിരിച്ചു വന്നല്ലോ. ഒരു പ്രത്യേക ഗ്രന്ഥത്തെക്കുറിച്ച് മലാക്കിയുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. നമ്മളതൊന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. കർത്താവിൻ്റെ മുമ്പിൽ ഒരു പുസ്തകം എഴുതിയിരിക്കുന്നു. അത് മലാക്കിയിൽ പറയുകയാണ്. മലാക്കി 3-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. അന്ന് കർത്താവിനെ ഭയപ്പെട്ടിരുന്നവർ പരസ്പരം സംസാരിച്ചു. അവർ പറഞ്ഞത് കർത്താവ് ശ്രദ്ധിച്ച് കേട്ടു. കർത്താവിനെ ഭയപ്പെട്ടവർ പരസ്പരം സംസാരിച്ചു. അത് കർത്താവ് ശ്രദ്ധിച്ച് കേട്ടു. അവർ സംസാരിച്ച് എന്താണെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാകും. അവരെ നല്ല രാഷ്ട്രീയമോ മറ്റ് സാമൂഹിക കാര്യങ്ങളോ ആൾക്കാർ തമ്മിലുള്ള യുദ്ധങ്ങളോ വഴക്കുകളോ ആ വിഷയത്തെക്കുറിച്ച് ഒന്നുമല്ല പറഞ്ഞത്. കർത്താവിനെക്കുറിച്ച് ഉള്ള ധ്യാനമായിരുന്നു അത്. അതിനെക്കുറിച്ച് അവർ സംസാരിച്ചത് എന്ന് നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ മനസ്സിലാകും. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ നാമം ധ്യാനിക്കുകയും ചെയ്യുന്നവരെ ഓർമ്മപ്പെടുത്തുന്നതിന് ഒരു ഗ്രന്ഥം അവിടുത്തെ മുമ്പിൽ എഴുതപ്പെട്ടു. പല ഗ്രന്ഥങ്ങളെക്കുറിച്ച് നമ്മൾ നേരത്തെയും കേട്ടിട്ടുണ്ട്. ജീവൻ്റെ പുസ്തകം, പ്രവൃത്തികളുടെ പുസ്തകം, ഓരോരുത്തരുടെയും പ്രവൃത്തികൾക്കനുസരിച്ചുള്ള രേഖകളെല്ലാം പ്രവൃത്തികളുടെ പുസ്തകത്തിലുണ്ട്. ഇവിടെ ഒരു പ്രത്യേക പുസ്തകമാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവിനെ ഭയപ്പെടുന്നവരുടെയും അവിടുത്തെ നാമം ധ്യാനിക്കുകയും ചെയ്യുന്നവരുടെ കാര്യങ്ങളെല്ലാം എഴുതാനൊരു പുസ്തകം. കർത്താവിനെ ഭയപ്പെടുന്നവരുമാണ്, കർത്താവിൻ്റെ നാമത്തെ ധ്യാനിക്കുകയും ചെയ്യുന്നവരുടെ ഡീറ്റെയിൽസ് എല്ലാം എഴുതാനൊരു പുസ്തകം കർത്താവിന് മുമ്പിൽ തുറക്കപ്പെട്ടു. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. അവർക്കുള്ളൊരു അനുഗ്രഹം കൂടെ കേട്ടോണം. അവർ എൻ്റെ ജനമായിരിക്കും. ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം അവർ എൻ്റെ പ്രത്യേക അവകാശമായിരിക്കും. പിതാവ് തന്നെ സേവിക്കുന്ന പുത്രനെ എന്ന പോലെ ഞാൻ അവരെ രക്ഷിക്കും. അപ്പോൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ഒരിക്കൽ കൂടി തിരിച്ചറിയും. അപ്പം മാറിപ്പോകരുതെന്നുള്ളത് ഓർക്കണം. മാറിപ്പോയാൽ തിരിച്ചു വരണം. തിരിച്ചു വന്നാൽ കർത്താവ് ഏതായാലും നമ്മളെ സ്വീകരിക്കും. നമുക്കറിയാം. ഇപ്പം നമ്മൾ ചിന്തിച്ച ഒരു കാര്യം, ആ പുസ്തകം കർത്താവിൻ്റെ നാമം ധ്യാനിക്കുന്നവരുടെ ഒരു പുസ്തകമുണ്ട്. കർത്താവിൻ്റെ നാമം എപ്പോഴും നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കണം. പ്രത്യേക അനുഗ്രഹങ്ങളൊക്കെ അത് പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിക്കോണം. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിലെ 62-ാം വാക്യത്തിൽ യേശു ഒരു കാര്യം പറഞ്ഞു. കലപ്പേന്മേൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങുകയാണ്. തിരിഞ്ഞു നോക്കാം എന്ന് വിചാരിച്ച് തിരിഞ്ഞു നോക്കിയാൽ അവന് സ്വർഗരാജ്യത്തിന് അവകാശം യോഗ്യനല്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ഹെബ്രായ ലേഖനം 10-ാം അധ്യായം 38-ാം വാക്യത്തിൽ എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. അവൻ പിന്മാറുന്നു എങ്കിൽ എൻ്റെ ആത്മാവ് അവനിൽ പ്രസാദിക്കുകയില്ല. വെളിപാടിൻ്റെ 2-ാം അധ്യായം 4-5 വാക്യങ്ങൾ ശ്രദ്ധിച്ച്, നിനക്കെതിരെ ഒരു പ്രത്യേക സഭയുടെ അവരോട് പറയുകയാണ്, നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവിടിഞ്ഞു. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുക. അല്ലെങ്കിൽ ഞാൻ നിൻ്റെ അടുത്ത് വരികയും നിൻ്റെ ദീപപീഠം അതിൻ്റെ സ്ഥലത്ത് നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. നമ്മളെക്കുറിച്ചൊന്ന് ചിന്തിക്കണം. അവിടുത്തെ ആ സഭയെക്കുറിച്ച് മാത്രമാണോ? നമ്മളെക്കുറിച്ച് ഒന്ന് ചിന്തിക്കണം. ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം കുറഞ്ഞു പോയോ? ദൈവത്തോടുള്ള സ്നേഹം കുടുംബമായി മക്കളായി ഇങ്ങനെ വരുമ്പോൾ തലമുറകളിലോട്ട് സ്നേഹം മാറും എന്നുള്ളത് ശരിയാണെങ്കിലും ദൈവത്തോടുള്ള സ്നേഹം കുറഞ്ഞു പോകരുത്. അബ്രാഹത്തിനൊരു പുത്രനുണ്ടായി. എത്രയോ വർഷങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഒക്കെ അതെല്ലാം നമുക്കറിയാം. ഒരു പക്ഷെങ്കിൽ അബ്രാഹാം ഈ പുത്രൻ ഇസഹാക്കിനോട് കൂടുതൽ സ്നേഹിച്ചോ എന്നൊരു സംശയം നമുക്ക് തോന്നും. കാരണം ദൈവം അബ്രാഹാമിനോട് പറഞ്ഞു, നീ സ്നേഹിക്കുന്ന ഇസഹാക്കിനെ എനിക്ക് വേണ്ടി ഹോമയാഗമായി അർപ്പിക്കുക. പല കാരണങ്ങളുണ്ട്. ഞാൻ ഒരു കാര്യം ഒന്ന് സൂചിപ്പിക്കുന്നതേ ഉള്ളൂ. കൂടുതൽ സ്നേഹിച്ചത് കൊണ്ടാണോ നീ അവനെ ഹോമിക്കുക എന്ന് പറഞ്ഞത് എന്നേക്കാൾ കൂടുതൽ? ഈ ഒരു കാര്യം മാത്രമല്ല,
ഇസ്ഹാക്കിൻ്റെ ബലി യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണത്തിൻ്റെ പ്രതീകമായിരുന്നു എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ വേറെ മക്കളെ ആണേലും കൂടുതൽ സ്നേഹിക്കരുത് ദൈവത്തെക്കാട്ടിലുപരിയായി എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. നമ്മൾ ആത്മശോധന ചെയ്ത് നോക്കണം. നമ്മുടെ സ്നേഹം തലമുറകളിലോട്ട് താഴോട്ടങ്ങ് പോയിരിക്കുവാന്നോ, ദൈവത്തിൽ നിന്ന് വിട്ടുപോകാതെ ശ്രദ്ധിച്ചോണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ പിന്മാറ്റം ഉണ്ടാകാൻ ചില കാരണങ്ങളുണ്ട്. അത് എന്തുവാണെന്നുകൂടെ നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്ന്, ആത്മീയ നേതാക്കളുടെ അഭാവം ഉണ്ടാകുമ്പോൾ ആൾക്കാർ ചിലപ്പോൾ പിന്മാറിപ്പോക്കാൻ സാധ്യതയുണ്ട്. ഒരു സന്ദർഭം പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 1-ാം വാക്യം, മോശ കൽപ്പനകൾ വാങ്ങിക്കാൻ അങ്ങ് സീനായി മലയുടെ മുകളിലോട്ട് കയറി 40 ദിവസം ആയിട്ടും മോശ തിരിച്ചു വരുന്നില്ല. അപ്പം ജനം പറഞ്ഞു, മോശ എന്ന ആ മനുഷ്യൻ അങ്ങ് കയറിപ്പോയി, ഇതുവരെയും വന്നില്ല, ഞങ്ങളെ മുന്നോട്ട് നയിക്കാൻ ആളില്ല. അഹ്റോനോട് അവർ എന്ന് പറഞ്ഞു, ഞങ്ങൾക്കൊരു ദേവനെ ഉണ്ടാക്കി തരണം. അഹ്റോൻ എന്തോ മണ്ടത്തരം ചെയ്തതെന്നൊന്നും ഇപ്പം നമ്മൾ വിഷമിക്കാൻ, നമ്മൾ ചിന്തിച്ച് ആകുലരാകണ്ട, മനസ്സിലാക്കിയിരുന്നാൽ മതി. അഹ്റോന് അവരുടെ എല്ലാം സ്വർണ്ണം വാങ്ങിച്ചൊരു കാളക്കുട്ടിയെ ഉണ്ടാക്കി. പാടില്ല, ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തത്. എന്നിട്ട് ജനങ്ങളെല്ലാം കൂടി അതിൻ്റെ മുമ്പിൽ നിന്ന് നൃത്തം ചെയ്തു. എന്നിട്ട് വിളിച്ചു പറഞ്ഞു, ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് ഈ കടൽ കടത്തി ഇപ്പുറ കൊണ്ടുവന്ന, ഇതുവരെയും നയിച്ചുകൊണ്ട് വന്ന ദേവൻ ഇതാ കാളക്കുട്ടി. അവരുണ്ടാക്കിയ കാളക്കുട്ടി. ഇന്നും മനുഷ്യൻ അതുപോലെ തന്നെയാണ് ചെയ്യുന്നതെന്നറിയാം. ദൈവത്തെ മറന്നുപോയിട്ട് കാളക്കുട്ടിയുടെ മുമ്പിൽ നമസ്കരിക്കുന്ന മനുഷ്യരാ ഇന്നും നമുക്കുള്ളത്. അങ്ങനെ ചെയ്തു. അവിടുത്തെ പിന്മാറാൻ ഉള്ള കാരണം അവർക്കൊരു ആത്മീയ നേതാവ് അന്നേ കുറച്ച് നാളത്തേക്ക് ഇല്ലാതിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ആത്മീയ നേതാക്കന്മാരുടെ അഭാവം പിന്മാറ്റത്തിലേക്ക് ആൾക്കാരെ നയിക്കാനായിട്ട് സാധ്യത ഉണ്ടാകുന്നു. അടുത്തത് പുറപ്പാടിൻ്റെ 32-ലെ 4-ാം വാക്യത്തിൽ പറയുന്നത്, അവർ വിളിച്ചു പറയുക, ഇസ്രായേലേ, ഇതാ ഈജിപ്തിൽ നിന്ന് നിന്നെ കൊണ്ടുവന്ന ദേവൻ. അപ്പോൾ പിന്മാറാനുള്ള ഒരു കാരണം അതാണ്. പിന്മാറാറ്റത്തിലുള്ള മറ്റൊരു കാരണം ദുഷിച്ച കൂട്ടുകെട്ട്. ഇന്നും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. പൗലോസ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, മറ്റു മതങ്ങളിലെ വിശ്വാസങ്ങളുമായിട്ട് നിങ്ങൾ അവരുമായിട്ട് ഇണചേരരുത് എന്നൊക്കെ പറയുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. എല്ലാം കൂടെ അങ്ങ് മിങ്കിൾ ചെയ്ത് എല്ലാം അങ്ങ് ശരിയാന്നുള്ള രീതിയിൽ അങ്ങ് പ്രവർത്തിക്കുന്ന ഒരു ചുറ്റുപാടൊക്കെ വന്നിരിക്കുകയാണ്. അത് പാടില്ല. ദുഷിച്ച കൂട്ടുകെട്ട് തെറ്റിലേക്ക് നയിക്കും. ഇവിടെ ഒരു ഉദാഹരണം പഴയ നിയമത്തിൽ നിന്ന് പറയുകയാണ്. 1 രാജാക്കന്മാർ 11-ാം അധ്യായം 4-ാം വാക്യത്തിൽ സോളമൻ രാജാവ്, എത്രയോ ബുദ്ധിമാനായ രാജാവ്, നല്ലവനായിട്ട് ദാവീദിൻ്റെ മകനായിട്ട് അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നവൾ അവസാനം എന്ത് പറ്റി? സോളമൻ രാജാവിന് എന്ത് പറ്റി എന്ന് നമുക്ക് നോക്കാം. അവൻ വാർദ്ധക്യമായപ്പോൾ ഭാര്യമാർ അവൻ്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് തിരിച്ചു. പല ദേവന്മാരെ ആരാധിക്കുന്ന ഭാര്യമാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരങ്ങോട്ട് അവരുടെ ദേവൻ്റെ അടുത്തേക്ക് ഈ ഹൃദയത്തെ തിരിച്ചു. പിതാവായ ദാവീദ് ദൈവമായ കർത്താവിനോട് വിശ്വസ്തനായിരുന്നത് പോലെ അവൻ അവിടുത്തോടെ പരിപൂർണ വിശ്വസ്തനായിരുന്നില്ല. അതുകൊണ്ടത് പറ്റിയത്. അവൻ വേറെ വിഗ്രഹങ്ങളെയും വേറെ ദേവന്മാരെയും അടുത്തേക്ക് തിരിഞ്ഞു പോകാൻ ഇടയായി. എന്താ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് നമുക്ക് അറിയാമല്ലോ. ദുഷിച്ചതായ ഒരു കൂട്ടുകെട്ടിന് അങ്ങനെ സംഭവിക്കും. അടുത്തത്, ദൈവവചനത്തിൽ ആഴമില്ലായ്മ ഈ പിന്മാറ്റത്തിന് കാരണമാകും. ദൈവവചനമെന്ന് പറയുന്നത് ആഴമായിട്ട് പതിയണം. യേശു ഉപമയൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മളതിനെക്കുറിച്ച് നേരെ ചിന്തിച്ചിട്ടുണ്ട്. ആഴമായി പതിഞ്ഞിട്ടില്ലെങ്കിൽ അത് ഉണങ്ങിയൊക്കെ പോകും. പാറമേൽ വീണ വിത്തിനെക്കുറിച്ച് യേശു ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. സന്തോഷത്തോടെ അത് സ്വീകരിച്ചു. പക്ഷെങ്കിൽ ആഴമുള്ള വേര് അതിനില്ലായിരുന്നു. കുറേ നാളത്തേക്കൊക്കെ അതങ്ങനെ നിന്നെങ്കിലും പ്രലോഭനങ്ങളുടെ സമയമായപ്പോൾ അത് വീണുപോയി. 4-മത്തെ ഒരു കാരണം, ജീവിതത്തിൻ്റെ ഒരു ശൂന്യത വരും. ലൂക്കോസ് സുവിശേഷകൻ 11-ാം അധ്യായം 24 മുതൽ 26 വരെ യേശു ഇങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നു. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയാൽ അവൻ വരണ്ട സ്ഥലങ്ങളിൽ കൂടെ ചുറ്റി നടന്ന് ഇനി അവിടോട്ട് കയറിയിരിക്കേണ്ടതെന്ന് ഇങ്ങനെ നോക്കും. കണ്ടെത്താതെ വരുമ്പോൾ അവൻ പറയും, ഞാൻ ഇറങ്ങിപ്പോകുന്ന ആ ആളിൻ്റെ ഹൃദയത്തിലോട്ട് തന്നെ അങ്ങ് തിരിച്ച് ചെല്ലാം.
അങ്ങനെ തിരിച്ച് വരുമ്പോൾ അതെല്ലാം അടിച്ചു വാരി ശുദ്ധീകരിച്ച് വച്ചിരിക്കുന്നതാണ് കാണുന്നത്. അടിച്ചു വാരി ശുദ്ധീകരിച്ച് വച്ചിരിക്കുന്ന അതിലോട്ട് കയറാൻ അവന് പ്രയാസമുണ്ട്. എല്ലാം ശുദ്ധീകരിച്ചിരിക്കുകയല്ലേ. അവൻ പോയി വേറെ 7 അശുദ്ധാത്മാക്കളെ കൂടെ കൂട്ടിക്കൊണ്ടുവരും. എന്നിട്ട് അവരെല്ലാവരും കൂടെ ചേർന്ന് അകത്തങ്ങ് കയറിയിരിക്കും. അങ്ങനെ ഇവൻ്റെ സ്ഥിതി ആദ്യത്തേതിനെക്കാട്ടിൽ മോശമായി തീരുന്ന ഒരു സമയം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് ജീവിതത്തിൻ്റെ ഒരു ശൂന്യതയാണ് കാണിക്കുന്നത്. അങ്ങനെ പിന്മാറ്റത്തിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. 5-ാമതായിട്ടുണ്ടാകുന്ന ഒരു കാരണം ആത്മീയമായ ഉൾക്കാഴ്ച കുറവുള്ളവരുണ്ട്. ഒരു ഇൻസൈറ്റ് ആത്മീയമായ തലത്തിൽ നമുക്കുണ്ടാകണം. അതിന് കുറവുണ്ടെങ്കിൽ പിന്മാറിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 65-66 വാക്യങ്ങളിൽ അവിടെ യേശു പറഞ്ഞു, ഞാൻ ജീവൻ്റെ അപ്പമാണ്, ഞാൻ ജീവൻ്റെ അപ്പമാണ്, എന്നെ ഭക്ഷിക്കാമെങ്കിൽ നിത്യജീവൻ ലഭിക്കുമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് കേട്ടുകൊണ്ടിരുന്ന ശിഷ്യന്മാർക്കും 12 പേർക്കും ഒക്കെ ഇത് മനസ്സിലായില്ല. അപ്പോൾ ഒത്തിരി പേര് യേശുവിനെ അങ്ങ് വിട്ടുപോയി. യേശു അതിൻ്റെ വ്യാഖ്യാനം പിന്നീട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഭക്ഷിക്കണമെന്ന് പറയുന്നത്, എൻ്റെ ശരീരം എന്ന് പറയുന്നത് ആത്മീയമായ കാര്യത്തെക്കുറിച്ചാണ്. ആത്മാവും ജീവനുമാണ്. ശരീരം എന്ന് പറയുന്നത് ആത്മാവും ജീവനുമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കിപ്പോയതാണ്. ഏതായാലും ഒത്തിരി പേര് ഇത് മനസ്സിലാക്കാൻ വയ്യാത്തതുകൊണ്ട് വിട്ടുപോയി. അപ്പോൾ യേശു അവരോട്, ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, പിന്നെ നിങ്ങളും വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പലരും വിട്ടുപോയി. അപ്പം പത്രോസ് പറഞ്ഞു, ഇല്ല, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. ഞങ്ങളിനി എങ്ങോട്ടും പോകുന്ന പ്രശ്നമില്ല. നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. ആ വചനത്തെക്കുറിച്ചാണ് പത്രോസ് ഏറ്റുപറഞ്ഞത്. അപ്പോൾ യേശു ഒരു കാര്യം അവരോട് പറഞ്ഞ് പഠിപ്പിച്ചു. പിതാവിൽ നിന്ന് വരം ലഭിച്ചാൽ അല്ലാതെ ആർക്കും എൻ്റെ അടുത്ത് വരുവാൻ സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാകാഞ്ഞത് കൊണ്ടോ എന്തോ നിങ്ങളതിനെ വിട്ടുപോയി. പിതാവിനാൽ വരം ലഭിക്കാഞ്ഞത് കൊണ്ടാണ് അത് സംഭവിച്ചത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അത് ആത്മീയമാണ്, ആത്മാവും ജീവനുമാണ് എന്നൊക്കെ യേശു പഠിപ്പിക്കുകയും ചെയ്തു. പത്രോസ് വിളിച്ച് പറഞ്ഞു, നിൻ്റെ പക്കലാണ് ജീവൻ്റെ വചനം, ഞങ്ങളതങ്ങോട്ട് കളഞ്ഞേച്ചെങ്ങോട്ടും പോകത്തില്ല. പൗലോസിന് ചില പാളിച്ചകളൊക്കെ പിന്നീടും പറ്റുന്നത് നമുക്കറിയാം. മനുഷ്യൻ എന്നുള്ള നിലയിൽ പറ്റിപ്പോയതാകാം. അങ്ങനെ വീഴാതെ നമ്മളും സൂക്ഷിച്ചോണം. ഇനിയും പിന്മാറാനുള്ള വേറൊരു സാഹചര്യം, ലോകത്തോടുള്ള ഒരു സ്നേഹമുണ്ട്. ആത്മീയമായ സ്നേഹം ദൈവത്തോടിങ്ങനെ പറ്റിച്ചേരുന്നതാണ്. അപ്പോൾ ഈ ലോകത്തോടുള്ള സ്നേഹമുണ്ട്. ചിലത് പറയും അത് പാപമല്ലല്ലോ, ചെയ്യാമല്ലോ. അങ്ങനെ ലോകത്തിലെ ചില കാര്യങ്ങളോട് സ്നേഹിച്ച് പോയാൽ കർത്താവിൽ നിന്ന് നമ്മളതങ്ങ് അകന്നു പോകും. ഒത്തിരി പണം ഉണ്ടാക്കാം, ആവശ്യത്തിന് പണം അല്ല കുറച്ചുകൂടെ ഉണ്ടാക്കാം. വീടുകൾ ധാരാളം ഉണ്ട്, അല്ല കുറച്ച് വീടുകളുണ്ടാക്കാം. അങ്ങനെ മേളിലോട്ട് അങ്ങ് കെട്ടി സ്വർഗം വരെ അങ്ങ് കെട്ടി ഉയർത്താം എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. ലോകത്തിൻ്റെ സ്നേഹമെന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് 2 തിമോഥെയോസ് 4:10 പൗലോസ് ഒരു കാര്യം എഴുതിയിരിക്കുന്നു. തിമോഥെയോസിന് എഴുതിയ ഒരു വാചകമാണ്, ഈ ലോകത്തോടുള്ള ആസക്തി മൂലം ദേമാസ് എന്നെ വിട്ട് തെസലോനിക്കായിലേക്ക് പോയിരിക്കുന്നു. ക്രസ്സസ് ഗലാത്യായിലേക്കും തീത്തോസ് ദൽമത്യായിലേക്കും പോയി കഴിഞ്ഞു. നീ ഇങ്ങോട്ട് വരണേ എന്നാണ് പൗലോസ് തിമോഥെയോസിനോട് പറഞ്ഞത്. പൗലോസ് തന്നെ ഇരിക്കുന്നു, ചില ആവശ്യങ്ങളുണ്ട്, നീ ഇങ്ങോട്ട് വരണേ എന്നുള്ളതാണ്. മറ്റവരൊക്കെ പോയതിൻ്റെ കാരണം ഈ ലോകത്തോടുള്ള ആ സ്നേഹം ആണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ പൗലോസ് ഈ വാചകത്തിൽ നിങ്ങളും അവരുടെ സേവകരാകാൻ ആഗ്രഹിക്കുന്നുവോ? നിങ്ങളും അവരുടെ സേവകരാകാൻ ആഗ്രഹിക്കുന്നുവോ? ഈ പിന്മാറ്റക്കാരെ പോലെ നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? മത്തായി 15:3 യേശു ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ പേരിൽ നിങ്ങൾ ദൈവത്തിൻ്റെ പ്രമാണം ലംഘിക്കുന്നത് എന്തുകൊണ്ട്? ഏതാണ് പ്രധാനം? പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നതാണോ പ്രധാനം? ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ പാലിക്കുന്നതാണോ പ്രധാനം? ദൈവത്തിൻ്റെ പ്രമാണം പാലിക്കണം, സ്നേഹിക്കണം, വഴക്കുണ്ടാക്കരുത്, കോറൽ വേണ്ട,
പരസ്പരം സഹോദരരാണ്, ദൈവത്തിൻ്റെ മക്കളാണ്, അങ്ങനെ സ്നേഹിച്ച് വിട്ടുവീഴ്ചയ്ക്ക് മനോഭാവം ഉണ്ടാക്കി ജീവിക്കണം, വിശ്വാസത്തിൽ ഉറയ്ക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ പാരമ്പര്യം പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പാരമ്പര്യത്തിൻ്റെ പേരിൽ കർത്താവ് അന്നേ ചോദിച്ചിരിക്കുകയാണ്, പാരമ്പര്യത്തിൻ്റെ പേരിൽ നിങ്ങൾ ദൈവത്തിൻ്റെ പ്രമാണം ലംഘിക്കുന്നത് എന്തുകൊണ്ട്? അന്ന് ചോദിച്ച വാക്യം ഇന്നും നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പാരമ്പര്യത്തിൻ്റെ പേരിൽ നിങ്ങൾ ദൈവത്തിൻ്റെ പ്രമാണം ലംഘിക്കുന്നത് എന്തുകൊണ്ട്? സഭകളും നമ്മളുമെല്ലാം ആലോചിച്ച് നോക്കണം, നമ്മൾ ആ തെറ്റിൽ വീണു പോയിട്ടുണ്ടോ എന്ന്. തീത്തോസിനെ എഴുതിയ ലേഖനത്തിലെ പൗലോസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. തീത്തോസ് 1:13, യഹൂദന്മാരുടെ കെട്ടുകഥകൾക്കും സത്യത്തെ നിഷേധിക്കുന്നവരുടെ നിർദ്ദേശങ്ങൾക്കും ചെവി കൊടുക്കാതെ അവർ ശരിയായ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതിന് വേണ്ടി നീ അവരെ നിർദാക്ഷിണ്യം ശാസിക്കുക. ശരിയായ വിശ്വാസത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടി, അതാണ് പ്രധാനം. വിശ്വാസ സംബന്ധമായി തെറ്റിപ്പോകരുത്. പാരമ്പര്യത്തിൻ്റെ പേരിൽ വിശ്വാസത്തെ ഒന്നും തട്ടിക്കളയരുത്. കർത്താവിൻ്റെ പ്രമാണം ലംഘിക്കരുത്. 1 പത്രോസ് 1:18-19 വാക്യങ്ങളിൽ പത്രോസ് പറയുക, പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങളറിയുന്നുവല്ലോ. കളങ്കമോ കറയോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെ പോലെയുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യമായ രക്തം കൊണ്ടത്രേ നിങ്ങൾ കഴുകി ശുദ്ധീകരിക്കപ്പെട്ടത് എന്ന് നിങ്ങൾ ഓർക്കണം. അവനാകട്ടെ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നിയോഗിക്കപ്പെട്ട വരുന്നവനും ഈ അവസാന കാലത്ത് നിങ്ങൾക്കായി വെളിപ്പെടുത്തപ്പെട്ടവനുമാണ് യേശു ക്രിസ്തു. അവൻ ദൈവത്തിൻ്റെ കുഞ്ഞാട്, നമുക്ക് വേണ്ടി കൊല്ലപ്പെട്ടവൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അന്ന് പരിച്ഛേദന കർമ്മം നടത്തണമെന്ന് നിർബന്ധിച്ച ചില ആൾക്കാർ അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 15:1 നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. യൂദായിൽ നിന്ന് ഗലാത്യയിൽ വന്ന, അന്ത്യോക്യയിലെ കാര്യമാണ്, വന്ന ചിലർ ഈ പരിച്ഛേദനത്തെക്കുറിച്ച് നിർബന്ധിച്ച് പറഞ്ഞു. മോശയുടെ നിയമം അനുസരിച്ച് പരിച്ഛേദനം ചെയ്യപ്പെടാത്ത പക്ഷം രക്ഷ പ്രാപിക്കാൻ സാധ്യമല്ല എന്ന് സഹോദരന്മാരെ പഠിപ്പിച്ചു. കേവലം ആചാരപരമായ ചില കാര്യങ്ങളും ആ കാലത്തുണ്ടായിരുന്നു. മത്തായിയുടെ സുവിശേഷം 23:23 യേശു കപടനാട്യക്കാരായ നിയമജ്ഞരോട് ചോദിക്കുകയാണ്, കപടനാട്യക്കാരായ നിയമജ്ഞരേ, ഫരീസേരേ, നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾ തുളസി, ചതുകുപ്പ, ജീരകം എന്നിവയ്ക്ക് ദശാംശം കൊടുക്കുകയും നിയമത്തിലെ ഗൗരവമേറിയ കാര്യങ്ങളായ നീതി, കാരുണ്യം, വിശ്വസ്തത എന്നിവ അവഗണിക്കുകയും ചെയ്യുന്നു. ഇവയാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്, മറ്റുള്ളവ അവഗണിക്കാതെ തന്നെ. ഇനി അമാവാസി ആഘോഷിക്കുന്നതിനെക്കുറിച്ച് യേശയ്യാ അന്നേ പറഞ്ഞിട്ടുണ്ട്. 1-ാം അധ്യായം 14-15 നിങ്ങളുടെ അമാവാസികളും ഉത്സവങ്ങളും ഞാൻ വെറുക്കുന്നു, അവ എനിക്ക് ഭാരമായിരിക്കുന്നു, അവ എനിക്ക് ദുസ്സഹമായി തീർന്നിരിക്കുന്നു. നിങ്ങളുടെ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കും, നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ നിങ്ങൾ കേൾക്കുകയില്ല. നിങ്ങളുടെ കരങ്ങൾ രക്തപങ്കിലമാണ്. വാക്യം 10-ാം വാക്യം കൂടെ നമുക്കൊന്ന് നോക്കിയേക്കാം. 10-ാം വാക്യത്തിൽ നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും ഋതുക്കളും വർഷങ്ങളും ആചരിക്കുന്നു പോലും. ഇതിനെക്കുറിച്ച് കൊളോസോസ് ലേഖനത്തിലെ പൗലോസ് എഴുതിയിട്ടുണ്ട്. കൊളോസോസ് ലേഖനം 2-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ ഭക്ഷണപാനീയങ്ങളുടെ കാര്യത്തിൽ ആരും നിങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കട്ടെ, അതുപോലെ തന്നെ ഉത്സവങ്ങളുടെയും അമാവാസിയുടെയും ആചരണത്തിലും അവയെല്ലാം വരാനിരുന്നവൻ്റെ വെറും പ്രതിച്ഛായികൾ മാത്രം യാഥാർത്ഥ്യമാകട്ടെ. ക്രിസ്തുവും അമാവാസി പോലുള്ള ദിനങ്ങളും പെസക, പെന്തക്കോസ്ത പോലുള്ള ഋതുക്കളും ശാബത്ത്, വർഷം പോലെയുള്ള വർഷങ്ങളും വിജാതീയ ക്രിസ്ത്യാനികൾ ആചരിക്കുന്നതിൽ എന്തെങ്കിലും യുക്തിയുണ്ടോ എന്ന പൗലോസ് ചോദിക്കുന്നത്. വാക്യം 11-ഉം 12-ഉം കൂടെ നമുക്ക് ഒന്ന് നോക്കാം. 11-ാം വാക്യം, നിങ്ങളുടെ ഇടയിൽ ഞാൻ അധ്വാനിച്ചത് വൃഥാവിലായോ എന്ന് ഞാൻ ഭയപ്പെടുന്നു.
സഹോദരരെ, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങൾ എന്നെപ്പോലെയാകുവീൻ. ഞാൻ തന്നെയും നിങ്ങളെപ്പോലെയാണല്ലോ. നിങ്ങൾ എന്നോട് യാതൊരു തിന്മയും പ്രവർത്തിച്ചിട്ടില്ല. നിയമത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രനായിക്കപ്പെട്ടതുകൊണ്ട് പൗലോസ് ഇപ്പോൾ നിയമം ഇല്ലാത്തവനെ പോലെയാണ്. 1 കൊരിന്ത്യർ 9:21 നിയമത്തിന് പുറമേ ഉള്ളവരെ നേടേണ്ടതിന് ഞാൻ അവർക്ക് നിയമമില്ലാത്തവനെ പോലെയായി. സഭയുടെ ക്ഷേമത്തെക്കുറിച്ചും പൗലോസിന് എപ്പോഴും ഒരു ആവേശമുണ്ടായിരുന്നു. റോമാലേഖനം 1:11 പൗലോസ് എഴുതിയിരിക്കുന്നു, നിങ്ങളെ സ്ഥൈര്യപ്പെടുത്തുവാൻ എന്തെങ്കിലും ആത്മീയ വരം നിങ്ങൾക്ക് നൽകേണ്ടതിന് നിങ്ങളെ കാണാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. എഫേസോസ് വിട്ടു പോരുമ്പോൾ പൗലോസ് അവരെ വിളിച്ച് അവരോട് യാത്ര പറയുന്നൊരു പ്രസംഗമുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 20:31-32. നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കുവീൻ. 3 വർഷം രാപ്പകൽ കണ്ണുനീരോടുകൂടെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുന്നതിൽ നിന്ന് ഞാൻ വിരമിച്ചിട്ടില്ല എന്ന് അനുസ്മരിക്കുവീൻ. നിങ്ങളെ ഞാൻ കർത്താവിനും അവിടുത്തെ കൃപയുടെ വചനത്തിനും ഫലമേൽപ്പിക്കുന്നു. നിങ്ങൾക്ക് ഉത്കർഷം വരുത്തുന്നതിനും സകല വിശുദ്ധരോടെ ഇടയിൽ അവകാശം തരുന്നതിനും ഈ വചനത്തിന് കഴിയും. 1 തെസ്സലോനിക്ക 3:10 പൗലോസ് തെസ്സലോനിക്കക്കാരോട് പറയുന്നു, നിങ്ങളെ മുഖാഭിമുഖം കാണുന്നതിനും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവ് നികത്തുന്നതിനും വേണ്ടി ഞങ്ങൾ രാപ്പകൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നു. നമ്മൾ 12 വരെ വാക്യങ്ങൾ ഇന്ന് ചിന്തിച്ചു. സമയത്തിൻ്റെ കുറവ് കൊണ്ട് നമ്മുടെ നിർത്തുകയാണ്. 13-ാം വാക്യം മുതൽ നമുക്ക് 106-ാമത്തെ എപ്പിസോഡ് ചിന്തിക്കാം. ഇന്ന് നമ്മൾ ചിന്തിച്ചത് ദൈവത്തെ നമുക്ക് ആബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പ്രത്യേക അവകാശമുണ്ട്. നമ്മൾ വിഗ്രഹാരാധനയിൽ വീണു പോകരുത്. അത് ദൈവത്തിന് ഒട്ടും ഇഷ്ടമല്ല. പിന്മാറാനുള്ള സാധ്യതകൾ ഏതൊക്കെയാണ് നമ്മൾ ചിന്തിച്ചു. പിന്മാറരുത്. അഥവാ എങ്ങനെയും ഒന്ന് വീണ് പോയാൽ തിരിച്ചു വരാൻ നമ്മൾ തയ്യാറായിട്ട് മുന്നോട്ട് വരണം. കർത്താവ് നമ്മളെ മക്കൾ എന്ന പദവിയിൽ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് ആലിംഗനം ചെയ്ത വലിയ സദ്യ നടത്തും. അത് നമ്മൾ ഭയപ്പെടേണ്ട. ദാസനെ പോലെയല്ല, മകനെ പോലെ സ്വീകരിക്കും എന്ന് നമ്മൾ ഉറപ്പ് ഉണ്ടായിരിക്കണം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തട്ടെ. അടുത്തത് 106-ാമത്തെ എപ്പിസോഡിൽ 13-ാം വാക്യം മുതൽ നമുക്ക് ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് പ്രേരിതരായി ജീവിക്കാം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമീൻ.